യേശുക്രിസ്തുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 12:29 വായിച്ചാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വിവിധ തലങ്ങളിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ ഹല്ലേലൂയ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്നും വചനത്തെ ആധികാരികമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു വിഷയത്തെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്ന് ദൂത് നൽകിയിരിക്കുന്നത്. റോമൻസ് 14-ാം അധ്യായം 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ദൈവരാജ്യം, അതിന് ദൈവം എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ ആണല്ലോ. അങ്ങനെയല്ല വചനം പറയുന്നത് അല്ലേ? അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവ സാന്നിധ്യം വ്യാപരിക്കപ്പെടുന്ന സ്ഥലം ദൈവരാജ്യം. യേശു പറഞ്ഞു, ഞാൻ എവിടെയുണ്ടോ അവിടെ എൻ്റെ രാജ്യമുണ്ട്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ ദൃശ്യമായ തലത്തിൽ കാണുന്ന പലതുമല്ല. പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും. കേട്ടോ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അപ്പൊ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും ഇല്ലാതെ ഏതെങ്കിലും രാജ്യത്തെ പറ്റി അല്ല ഏതെങ്കിലും വിഷയങ്ങളെ പറ്റി ഇതാണ് ദൈവരാജ്യം എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ അവിടെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പ്രസൻസ് അല്ല. ദൈവത്തിന്റെ പ്രസൻസ് എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമുണ്ട്. അവൾ ശ്രദ്ധിച്ചു കേൾക്കണേ. നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമുണ്ട്. ഈ മൂന്ന് വിഷയങ്ങളും ഉള്ള ഏരിയ അല്ലെങ്കിൽ ഈ മൂന്ന് വിഷയങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന മേഖലയാണ് ദൈവരാജ്യം. മനസ്സിലാക്കുന്ന കർത്താവിനെ സ്തുതിച്ചാട്ട്. കൊലോസ്യൻസ് 1-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യൻസ് 1:13 വായിച്ചാണ്. കൊലോസ്യൻസ് 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും നമ്മൾ എവിടെ ആക്കി വെച്ചിരിക്കുക? ഇതിനെ വായിച്ചേ. നമ്മൾ നേരത്തെ എവിടെയായിരുന്നു? ഇരുട്ടിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു. അല്ലെ പൈശാചിക സാന്നിധ്യങ്ങളുടെ, ശാസ്ത്ര ബോധമുള്ളവന്റെ വാക്കിൽ പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയുടെ അണ്ടറിലായിരുന്നു. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നെഗറ്റീവ് എനർജിയുടെ അണ്ടറിലായിരുന്നു നമ്മളെല്ലാവരും. അതിനെ ബൈബിൾ വിവക്ഷിക്കുന്ന വാക്കാണ് ഇരുട്ടിന്റെ അധികാരം. ഇരുട്ടിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു നമ്മളെ എന്ത് ചെയ്തു? വിടുവിച്ച്, അതിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും. അപ്പൊ നമ്മളിപ്പോ എപ്പോഴായിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ രാജ്യത്തിനകത്ത്. ഹല്ലേലൂയ. അവിടെ എന്തൊക്കെയുണ്ട്? നമ്മൾ പഠിച്ചു. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അപ്പൊ ആ രാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. വായിച്ച വാക്യം പൂർണ്ണമായോ? ആരാക്കി വെച്ചത്? പിതാവായ ദൈവം. ഒരാമീൻ പറഞ്ഞേട്ടെ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഗലാത്യൻസ് 2-ാം അധ്യായം 20-ാം വാക്യം. ഗലാത്യൻസ് 2:20. ഗലാത്യൻസ് 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ക്രൂശിൽ സംഭവിച്ചത് അല്ലേ? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്.
ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പൂർത്തീകരണ ശുശ്രൂഷ, നിവർത്തീകരണ ശുശ്രൂഷ, ആ നിവർത്തീകരണ ശുശ്രൂഷയിലുള്ള പരിജ്ഞാനത്തിന്റെ തികവിൽ ചലിക്കുന്ന വ്യക്തിയാണ് ദൈവരാജ്യത്തിലായിരിക്കുന്നത്. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ രാജ്യത്തിലായിരിക്കുന്നവൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ ഇല്ലാതായി മാറുന്നു. വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഇരുട്ടിന്റെ അധികാരമല്ല ഇനി എന്നിൽ ഉയരുന്നത്, പിന്നെ ആരുടെ അധികാരമാ? ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ഈ ജഡത്തിൽ പ്രകാരം ജീവിക്കുന്നത് വിശ്വാസത്താൽ അത്രേ. എനിക്ക് കാണുന്ന വിഷയങ്ങളൊന്നും വിശ്വാസത്തെ ഉറപ്പിക്കുന്നതല്ല, കാണാത്ത മണ്ഡലത്തിലുള്ള വിശ്വാസമാണ് എന്നെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ബ്രാഹ്മ്യം പറഞ്ഞിട്ട് കൊലോസ്യൻസ് 1-ാം അധ്യായം മുമ്പേ നമ്മൾ 13-ാം വാക്യം വായിച്ചതാണ്. അതിന് 26 മുതൽ 29 വരെയുള്ള വാക്കുകൾ വേഗം വായിക്കാം. കൊലോസ്യൻസ് 1-ന്റെ 26 മുതൽ 29 വരെയുള്ള വാക്കുകൾ. കൊലോസ്യൻസ് 1:26 മുതൽ 29 വരെ വായിച്ചാൽ പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മം, കേട്ടോ, മറഞ്ഞു കിടന്നിരുന്ന മർമ്മം വായിച്ചു. എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. മറഞ്ഞു കിടന്നിരുന്ന മർമ്മം ഇപ്പൊ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യേശുക്രിസ്തുവിനുള്ള വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. വായിച്ചാണ്. അവരോട് ജാതികളുടെ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എന്താ മർമ്മം? പുരാതന കാലങ്ങളിൽ മറഞ്ഞു കിടന്നിരുന്ന എന്ന് പറഞ്ഞ മനുഷ്യന് തിരിച്ചറിയാതെ പോയ ആ മർമ്മം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. എന്താ ക്രിസ്തു? ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്തൊക്കെയുണ്ട്? 3 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അല്ലെ? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അതിനകത്ത് 3 വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അപ്പൊ ക്രിസ്തു ഒരുവനിൽ വരുമ്പോൾ ഈ 3 വിഷയങ്ങളും എന്ത് ചെയ്യുന്നു? ഫങ്ഷൻ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സമാധാനം അവൻ നമുക്ക് നൽകുമ്പോൾ അതിൽ നമ്മളോട് എതിരിടുന്നവർക്ക് അതെന്തായി മാറ്റപ്പെടും? അതാണ് നമ്മൾ തുടങ്ങിയ വിഷയം. എബ്രായർ 12:29 വായിച്ചു. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ. ആ വാക്യങ്ങൾ പൂർണ്ണമായിരുന്നോ? 26 മുതൽ 29 വരെ വായിച്ചു. എത്ര വാക്യമായി? 27 വാക്യം വായിച്ചാണ്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും കേട്ടോ, കുറച്ചുപേരെ അല്ല, കുറച്ചുപേരെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്താ ഉപദേശിക്കുന്നത്? മറഞ്ഞിരുന്ന മർമ്മം നിങ്ങളുടെ അകത്തിരിക്കുന്നു. എന്താ ഈ മറഞ്ഞിരുന്ന മർമ്മം? ദഹിപ്പിക്കുന്ന അഗ്നി, സ്നേഹം, കരുണ, ക്ഷമ, പരോപകാരം, ഇതൊക്കെ നിന്നിൽ നിന്ന് പുറത്തു വരും. കാരണം നിന്റെ അകത്തിരിക്കുന്നവൻ ഇതെല്ലാം നിനക്ക് എന്ത് ചെയ്യും? നിന്നോട് വെളിപ്പെടുത്തും. പക്ഷേ നിന്നോട് എതിർക്കുന്ന വിഷയങ്ങൾക്ക് അതെന്തായി മാറും? ദഹിപ്പിക്കുന്ന അഗ്നിയായി മാറ്റപ്പെടും. എന്തൊക്കെയാ എതിർക്കുന്നത്? ഒരു രോഗിയായിരിക്കുന്ന വ്യക്തിയോട് എന്തോ സഹോദര അല്ലെ സഹോദരി നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? എന്റെ പ്രശ്നം ഇന്ന രോഗമാണ്, എന്റെ കൈ പൊങ്ങാത്തതാണ്, എന്റെ കാല് പൊങ്ങാത്തതാണ്, അല്ലെ എന്റെ ശരീരത്തിൽ ഓടുന്ന ഇന്ന രോഗങ്ങളാണ് എന്റെ പ്രശ്നം, ഇന്ന വിഷയമാണ് എന്റെ പ്രശ്നം. ശരിയാ, അതല്ലേ അവരുടെ വിഷയം. അവരുടെ സമാധാനത്തിന് സ്വസ്ഥതയും കെടുത്തുന്ന വിഷയം അവരുടെ രോഗമാണ്. ആ രോഗാത്മാവാണ്, രോഗബന്ധനമാണ്. സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുന്ന, കടബാധ്യതയിൽ തലകുലിഞ്ഞിരിക്കുന്ന വ്യക്തി ചോദിച്ചാൽ എന്താ സഹോദര നിന്റെ പ്രശ്നം?
എന്താണ്? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. സാമ്പത്തികമായ ഞെരുക്കമാണ് എന്റെ ജീവിതത്തിലെ പ്രശ്നം. ഹല്ലേലൂയ. മക്കളുടെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പഠിപ്പിക്കലിനോ കയ്യിലൊരു മാർഗവുമില്ലാത്ത വ്യക്തിയോട് ചോദിച്ചാൽ എന്റെ പ്രശ്നം അതാണ്. അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ഈ പ്രശ്നങ്ങളെയെല്ലാം അതിനെല്ലാം ഒരു മറുപടി ഉണ്ട്. ആ മറുപടി പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 53-5 വാക്യത്തിൽ നമുക്കറിയാം, അവന്റെ അടിപ്പിണലാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന ഒരു വചനം അല്ലേ? Hallelujah. By his stripes I am healed. അവന്റെ അടിപ്പിണലാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഈ വാക്യം എനിക്കറിയാം. ഈ വാക്യം അറിഞ്ഞതുകൊണ്ടായില്ല, ഒരു അറിവുണ്ടായതുകൊണ്ടായില്ല. ആ അറിവിനനുസരിച്ച് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ആ അറിവിനനുസരിച്ച് ചലിക്കണം. അപ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നി നിന്റെ ശരീരത്തിലൂടാടുന്ന, നിന്റെ ശരീരത്തിന് വിരോധമായി നിൽക്കുന്ന, നിന്റെ മുന്നോട്ടുള്ള ആ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ദഹിപ്പിച്ചു കളയും. ശ്രദ്ധിച്ചു കേൾക്കണേ. നീ നേരിടുന്ന പ്രശ്നം എന്തു തന്നെ ആയാലും അതിനെ ദഹിപ്പിച്ചു കളയാൻ കഴിവുള്ളവൻ എവിടെ ഇരിക്കുന്നു? നിന്റെ അകത്തിരിക്കുന്നു. കിട്ടുന്നുണ്ടോ? നീ തപ്പുക. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? പരിഹാരം എന്താണ്? ഇതിനുള്ള പ്രശ്ന പരിഹാരം എവിടുന്ന് കിട്ടും? പ്രശ്ന പരിഹാരം നിന്റെ അകത്തിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കാനുള്ള ശക്തി എവിടെ ഇരിക്കുന്നു? നിന്റെ അകത്തിരിക്കുന്നു. ആ ബോധ്യത്തിൽ നിന്നെ അകറ്റിക്കളയുന്നതാണ് പിശാചിന്റെ ധർമ്മം. അതവൻ നല്ലവണ്ണം നടത്തിയെടുക്കുന്നുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ ദൈവം സ്വതന്ത്രമാക്കട്ടെ. സകലത്തെ ജയിക്കുന്നവരായി, സകലത്തിന്മേൽ ജയം ആഘോഷിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വായിച്ചാട്ടെ, അത് പൂർണ്ണമായി വായിച്ചാട്ടെ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ യേശുക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയാൽ ഒത്തവണ്ണം പോരാടിക്കൊണ്ട്. ആ പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, പിന്നെന്താ? എന്റെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഒക്കെ അല്ലെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഒക്കെ വികലമാക്കുന്ന ദുഷ്ടന്റെ വസ്തുതകളോടാണ് പോരാട്ടമുള്ളത്. അകത്തിരിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്തില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ലോകത്തെ കണ്ട് പേടിക്കും, പ്രശ്നങ്ങളെ കണ്ട് പേടിക്കും, സാമ്പത്തിക വിഷയങ്ങളെ കണ്ട് പേടിക്കും. നിനക്കെതിരായി എഴുന്നേൽക്കുന്ന സകലതിനെ കണ്ട് നീ ഭയപ്പെടും. ഹല്ലേലൂയ. അധികാര വർഗങ്ങളെ കണ്ട് നീ ഭയപ്പെടും. ആയുധം വേണ്ടി വരുന്ന സംഘടിത ശക്തികളെ കണ്ട് നീ ഭയപ്പെടും. പക്ഷേ അകത്തിരിക്കുന്ന അഗ്നിയെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ അകത്തുണ്ടായാൽ ഹല്ലേലൂയ, നിനക്ക് പറയാൻ പറ്റും, ഒരായുധവും എന്റെ മേൽ ഫലിക്കത്തില്ല. ശത്രുവിന്റെ ഒരായുധവും എന്റെ മേൽ ഫലിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യം. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കും. യേശുവപ്പ, കർത്താവേ, ഹല്ലേലൂയ. വലിയൊരു ജ്ഞാനം, വലിയൊരു ബോധ്യം ഈ ജനത്തിനങ്ങ് പകരുന്നതിനെ ഓർത്തു. ദുഷ്ടന്റെ ശക്തികളെ കെടുത്തിക്കളയുന്ന ദൈവ കൃപ എന്റെ അകത്തുണ്ട്. അങ്ങനെ പറയുവാൻ സകലർക്കും ഇടവരട്ടെ. മനസ്സുമെടുത്തവരുടെ, ആകുലത കൊണ്ട്, അസ്വസ്ഥതകൾ കൊണ്ട് തലകുനിച്ചവരുടെ, പ്രയാസത്താൽ നിറഞ്ഞവരുടെ, കണ്ണുനീരോടെ കാണുന്നവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരട്ടെ. നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിന്റെ ശക്തി നിന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ, കൃപയാൽ നിറയ്ക്കുന്നതിനെ ഓർത്തു സ്തോത്രം. പ്രാർത്ഥന സ്വന്തം സ്വീകരിച്ചതിനെ ഓർത്തു സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഇത് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബാക്കി പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ കേട്ടോ ഒന്നും നടക്കത്തില്ലെന്നല്ല, സകലതും സാധ്യം. അപ്രകാരം വലിയ സാക്ഷ്യങ്ങളാ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. അത്ഭുതങ്ങളാ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.